ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളതില്ല. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേര് പറഞ്ഞേ ശ്രീനിവാസേട്ടൻ്റെ വീട്ടിലാണ്. ഇതാണ് ശ്രീനിവാസേട്ടൻ. പിന്നെ പാലക്കൽ ഹൗസ്, പാലക്കൽ ശ്രീനിവാസേട്ടൻ്റെ വീട്ടിലപ്പോൾ ഉള്ളത്. പിന്നെ എടാ ഉണ്ണിയ സൈലൻ്റെ അവിടെ ശ്രീനിവാസേട്ടൻ്റെ വീട്ടിൽ ഒരു സൈഡിലൊരു കിണറുണ്ട്. അങ്ങോട്ട് ഉപയോഗിക്കുന്ന തന്നെ വെള്ളം അപ്പോൾ ഒരു കിണറുണ്ട്, നനക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അല്ലേ? വെള്ളമുള്ള ഏരിയ തന്നെയല്ലേ? വെള്ളമുണ്ട്. ഒന്നാമത് എന്താ പറയുക, ഇവിടുത്തെ ചില ഏരിയയിലൊക്കെ വെള്ളം കുറച്ചൊരു ഞങ്ങൾ ആ ഒരു ഏരിയയൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ എന്തായാലും വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ വന്നിട്ട് ആ വെള്ളത്തില്ല കരക്ക് കയറി കിടക്കുക അല്ലേ? എങ്ങനെയോ കമ്പനി അടിച്ച് ലൈൻ അടിച്ച് വന്നെന്ന് തോന്നുന്നു. ലൈൻ അടിച്ച് വന്നിട്ട് കൃഷിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പൊ ആള് ലൈൻ അടിച്ച് വന്നിട്ടേ എന്താണ് അല്ല അതല്ല ഇവര് എന്നിട്ടാലും ആള് രണ്ടാൾക്കാരും വന്നിട്ട് അതിൽ വീണിട്ടുണ്ട്. ഇനിയിപ്പോ തല്ലുകൂടി വീണതാണോന്ന് അറിയില്ല. എന്തായാലും ആള് രണ്ടാളും അതിൽ വീണ് കിടക്കുകയാണ്. പിന്നെ ഇത് എന്താ പറയുക, എല്ലാവരും നാട്ടുകാരും ഒരുവിധം നോമ്പിന്റെ ടൈമാണ്. മുസ്ലിങ്ങളൊന്നുമില്ല, എല്ലാവരും ഇപ്പോൾ നോമ്പ് തുറക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ എനിക്കും നോമ്പില്ലെങ്കിലും നോമ്പ് തുറണ്ട്. പക്ഷെ വീട്ടിൽ തന്നെയാണ്, പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള പോക്കേ നടക്കുള്ളൂ. വെളിച്ചം ഉണ്ടായതുകൊണ്ട് സമാധാനം ഫസ്റ്റത്തെ ഇൻട്രോ. പിന്നെ അപ്പോൾ ഇവിടെ കൃഷി ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം മറ്റേ ഈ പടവലൊക്കെ ഉണ്ട്. പടവലൊക്കെ ഇങ്ങനെ പൊട്ടിക്കാനുള്ള വരുവായിക്കണ ഒരു കവറൊക്കെ എടുത്തോളി. പിന്നെ ഒരു കവറൊക്കെ എടുത്തോളി. അപ്പോൾ നമ്മളെ ബോസിന്റെ പാമ്പ് ഇതിൽ ഉറങ്ങുന്നുണ്ട് അല്ലേ? ഇതന്നല്ലേ ഇത് ഒരു ചെങ്ങായി. ഇത് രണ്ടാമത്തെ ചെങ്ങായി അല്ലേ? രണ്ടും മുരുകേഷാണ്. മുകേഷ് അല്ല, മുരുകേഷ്. നല്ല അസല് മുറുകമാമാണ്. അവര് എങ്ങനെ അതിൽ എന്താ പറയാ, ചിലപ്പോൾ തല്ല് കൂടുന്നതിൻ്റെ ഇടയിൽ വന്ന് പെട്ടതാവാം. എന്തായാലും നമുക്ക് ആളെ ഇത്രയും നേരമായി എന്താ പറയാ, ഒരാൾ രണ്ട് കര ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ചില സ്ഥലത്ത് ഇങ്ങനെ കയറാനൊന്നും പറ്റില്ല. വെള്ളത്തിലേ ആകെ അന്തപ്പെട്ട അവസ്ഥയിലൊക്കെ കിടക്കുന്നതാണ്. എന്തായാലും ആള് നല്ല കരക്കൽ കയറി കിടക്കുകയാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരാപത്തും വരാത്ത രീതിയിൽ, അതായത് മാക്സിമം പെട്ടെന്ന് തന്നെ ആളെ നമ്മളെ ബാഗിലേക്ക് കയറ്റി കൊടുക്കുക. കാരണം വെള്ളത്തിൽ കിടന്ന് ചാടി കയറിയതാണ്. നമ്മളൊക്കെ ഇവിടെ നമ്മളെ ബാഗ് വെക്കാൻ സ്ഥലമില്ല. നമ്മളിപ്പോൾ അവിടെയാണ് ബാഗ് വെച്ചിരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഇവിടുന്ന് മാറി തരണം കേട്ടോ. കാരണം ഇപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന വകയിൽ ഓട്ടമുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആ വണ്ടി ഒന്ന് മാറ്റണം. അപ്പോൾ നോക്കല്ലോ നമ്മള് അപ്പൊ നമുക്ക് ശരിക്കും കാണാം പാമ്പ് ചാടുന്നു. നിങ്ങൾ പോന്നോളേ. നിങ്ങളൊരു ഉപകാരം ചെയ്യണം. പിന്നെ ഇത് പൊന്തിച്ചിടുമ്പോൾ നിങ്ങളെ മേല് കിട്ടും. പാമ്പ് മേല് വരും. ഒരാള് ആ ടോർച്ച് അടിച്ചാൽ തോട്ടിന്റെ തലപ്പല്ല ടോർച്ച് പറഞ്ഞിട്ട് എല്ലാരും വരില്ലേ? അവിടെ വന്നിട്ട് ഒരാൾ ടോർച്ച് അടിക്കും. ബാക്കിയുള്ളവർ പോയി, ബാക്കിയുള്ളവർ ഇവിടുന്ന് പോയി. അവിടെ പോയിട്ട് എടുത്തോളി, അവിടെ പോയിട്ട് എടുത്തോളി. കേട്ടോ, ഒന്ന് മാറിക്കും. ഇവിടേക്ക് പൊന്തിക്കണം. എനിക്ക് ഇല്ല ബോസ. ആയിക്കോട്ടെ ചാടി.
കൂട്ടുണ്ടല്ലേ ആരെ കിണറിൽ വീണേ? അല്ല ഈ പാമ്പുള്ള അതെ 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 അതെ. എടാ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കണ്ട. നിങ്ങള് പറയരുത്, നമ്മളെ ശ്രദ്ധ പോകും കേട്ടോ. അവിടെ ഒന്ന് കളിക്കണ്ട അല്ലേ? ചെറിയ തോട്ട് മാറണോ? ഞാൻ മാറണോ? വീഡിയോ എടുക്കുന്ന ആള് മാറണോ? വീഡിയോ എടുക്കാന്ന് പാമ്പിനെ അറിയില്ലേ? അയ്യോ അങ്ങോട്ട് പോയിക്കോളെ. നിങ്ങൾ പോ. നമുക്കേ ഒരാളിവിടെ കിട്ടി. നമുക്ക് നമ്മളൊരാളെ കിട്ടിയിരിക്കണേ. ഇപ്പൊ അടുത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടേ പോയി ഓഫീസ് ഒരു ചേരുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ അത് കൊടുക്കണ്ടേ. ഒരു ചേരുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചേരനെ പിടിക്കാൻ നോക്കിയോ ഒരു ചേരനെ കിട്ടി. ലാസ്റ്റ് നമ്മൾ തെരഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ആദ്യം ഒരു മുറുക്കനെ കിട്ടി. അതിനെ മാറ്റിയിട്ട് വീണ്ടും തെരഞ്ഞപ്പോൾ വീണ്ടും ഒരു മുറുക്കൻ, പിന്നെ വീണ്ടും ഒരു മുറുക്കൻ. അപ്പോൾ അങ്ങനെ കിട്ടിയതിന് 3 എണ്ണത്തിന് ഒരുമിച്ച് ഒരു ഇതിലാണ് ആക്കിയത്. ഇന്നിപ്പോൾ നമുക്ക് വേറൊരു പാത്രം ഇല്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ആക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചിരിക്കണം. നിങ്ങൾ സഹകരിക്കട്ടോ. അതേപോലെ ഓടി സഹകരിക്കേണ്ടതാണ്. മാറട്ടോ, ഇന്നൊപ്പിച്ചിരിക്കണ്ട. ഐഡിയ കുറവ് കളിക്കുന്നുണ്ടാ എനിക്ക് വളർത്താൻ പറ്റാത്ത രീതിയിൽ മാറിക്കണോ? എന്തായാലും തീരുമാനിക്കില്ലേ? നിങ്ങൾ ഈ 2 എണ്ണത്തിനെ കണ്ടോണ്ട് ഇത് പെണ്ണാണോ അതാണാണോ എന്ന് ചോദിക്കാൻ പറ്റോ? ഒറ്റക്കല്ലോ, എല്ലാവർക്കും പത്തിയുണ്ട് കേട്ടോ. എല്ലാവർക്കും പത്തിയുണ്ട്. കളിക്കാൻ നേരില്ല. മരി കാണിച്ചതല്ലേ
കാണിക്കാൻ പോവാ ആ പരിപാടി ഒന്നും കേട്ടോ. കാണിക്കുന്ന പരിപാടിയൊക്കെ ഇതുവരെ കണ്ടില്ലേ? ഒന്നും വേണ്ട കൊണ്ടുപോയാൽ മതി നമ്മുടെ സ്വന്തം ഫോണാണ് നടത്തുക. അല്ല ഇത് മടയാണിത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ പ്രദർശിപ്പിക്കുമ്പോഴാണ് കൂടുതൽ പണി വരിക. കാരണം അതിൻ്റെ ശരീരം വേദനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ ഈ കാട്ടിക്കൂട്ടലും കൂടി ആകുമ്പോൾ പിന്നെ നമുക്ക് അതിനവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അല്ലേ? ആർക്കും ഇതുവരെ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല കിണറും ഉണ്ടാവും. മറ്റേ ഇത് എന്താ പറയുക, ഈ തിണ്ടില്ലാത്തൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ആൾക്കാർ നിർഭാഗ്യവശാലും വന്ന് വീണിട്ട് ഈ ചങ്ങായും കൂടി ഉണ്ടെങ്കിൽ എന്താവും അവസ്ഥ? അപ്പം എന്തായാലും എങ്ങനെ ഇപ്പം ഇതിനെ കണ്ട് വെള്ളടിക്കാൻ നേരത്തെ കുറച്ചാൽ വെള്ളടിക്കല് അങ്ങനെയൊക്കെ പറയണ്ട. വെള്ളടിക്കാൻ വന്നതെന്നൊക്കെ പറയുമ്പോ കിണറ്റിന്റെ അടുത്ത് അല്ലേ പോയി വെള്ളം അടിക്കേണ്ട ആവശ്യം മുക്ക ഒഴിക്കണോ പോലെ. അപ്പൊ കുട്ടാ സുൽമുണ്ടാക്കല്ലിട്ടോ. കൃഷി നനയ്ക്കാൻ വേണ്ടി വന്നപ്പോ കണ്ടാണ്. കൃഷി നനക്കാൻ വന്നപ്പോ കണ്ടതാണ്. കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല? ഓ അല്ലേ പറയാണ്ട് പിടിച്ച് പരിപാടി കഴിച്ചു. അതെ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്ത് സിമ്പിളായിട്ട് പരിപാടി കഴിച്ചു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്ത്. പിന്നെ ഇനി ആർക്ക് ഇവിടെ പാമ്പിന്റെ മുതലാളി അല്ല അപ്പൊ കയ്യൊഴിയാണ്. പാമ്പിനെ വെള്ളം കുടിപ്പിച്ച് കിണറ്റിലിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് ഇപ്പൊ പറയാ മുതലാളി അല്ലാതെ. ഇത് ശരിക്കും മുതലാളിയല്ല. കാരണം അല്ല ശരിക്കും മുതലാളിയല്ല, മുതലാളിയാണ്. ഇവരിതാ തല്ലുണ്ടാക്കണേ. എന്തിനായാലും പാമ്പിനെ പിടിക്കണ വരെ മാത്രമേ ഉള്ളൂ ഇവരെ പാമ്പ്. അപ്പൊ പാമ്പിനെ പിടിക്കണ വരെ മാത്രമേ ഉള്ളൂ ഇവര് മുതലാളി. കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ബുദ്ധിമുട്ട് വന്നപ്പോ അയാൾ പിടിപ്പിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കണം. കാരണം ഒരു ജീവനല്ലേ, നമുക്ക് ഒരു ജീവന് എന്താ പറയാ എടുക്കാൻ പറ്റും, പക്ഷെ കൊടുക്കാൻ പറ്റില്ല. അതെ അതെ അതെ. ഒന്ന് നിങ്ങള് മനസ്സിലാക്കേണ്ട അതിനകത്തൊക്കെ ഇല്ലേ വള്ളിയൊക്കെ ഇല്ലേ, ആ വള്ളിയിലൂടെ ഒക്കെ കേറാൻ സാധ്യത ഉണ്ട്. കേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തമ്പടിക്കുവാണ്. ഒന്നാമത് ചൂടല്ലേ, പറയാൻ പറ്റില്ല നമുക്ക്. എന്തെന്നായാലും ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മള് നല്ല അസല് കുട്ടപ്പന്മാരാണ്. പിന്നെ പേരെന്തായിരുന്നു മറ്റുള്ള പേരെന്തായിരുന്നു? ശ്രീനിയേട്ടൻ. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ പാമ്പിനെ നമ്മൾ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലേ സൂപ്പറായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മളെ അത് ഇവര് പറഞ്ഞിരുന്നു അങ്ങനെ ഇത് ലെങ്ത് ഒന്നുമില്ല, ഒരു ചെറിയ ഒരു കിണറാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ പറ്റുന്ന കിണറൊക്കെ എന്നുണ്ടെങ്കിൽ ഇറങ്ങലൊക്കെ ഉണ്ട്. ഇത് ഇറങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് ഇറങ്ങാൻ കഴിയും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെന്നാലും നമ്മളെ ഈ റെസ്ക്യൂ ഇവിടെ എന്താ പറയുക, ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഒരു വെളിച്ചമുണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എന്തെന്നായാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത കോള് വരുമോ ഇല്ലയെന്ന് അറിയില്ല. അല്ല, കോള് വന്നിട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ ആരും വിളിക്കാതിരിക്കട്ടെ അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു.